ഞങ്ങളെ ദൈവം ഒറ്റ കൊടുക്കരുത്. ഒറ്റ കൊടുക്കാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ ഏരിയയിൽ എവിടെങ്കിലും നിന്ന് നേണ്ടറോണോ പ്രേമിക്കണോ അല്ലോ ഞാൻ കണ്ട തലയാടിക്കാൻ പൊളിക്കും ഞാൻ. ഓ നീ അങ്ങോട്ട് പോയേ, പോടാ പോടാ, പോ. ഈ ഏരിയ നിന്നെ കണ്ട കണ്ണിട്ടിയും കുത്തി ഞാൻ. നീ ഇങ്ങോട്ട് പോയേ. കേശു, അതെ, നീ എങ്ങാനും ഞങ്ങളെ ഒറ്റ കൊടുത്താ നിന്റെ പേര് എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവും, സത്യമായിട്ടും തൂങ്ങിച്ചാവും. എന്നിട്ട് ഇങ്ങനെ പാപ്പം വേണ്ടേ, പിന്നെ പാലിനകത്ത് ബിസ്ക്കറ്റ് നോക്കി തിന്നണ്ടേ, ഉച്ചക്കിരുന്ന് ഉറങ്ങണ്ടേ, പൊട്ടുവരണ്ടേ. മോശമാണ് ചേട്ടാ, എന്ത് ചേട്ടാ നാടകത്തിലെ എനിക്ക് കൂടെ റോള് വരുമോ? ആടി, നിനക്കൂടെ ഞാൻ റോള് വരാം. അതിന്റെ ഒരു കേടും കൂടെ ഉള്ളു, അല്ലേ തന്നെ ജീവിക്കാൻ വയ്യ അതിന്റെ ഇടയ്ക്ക്. ദൈവമേ, ബാലാമണി PS-ന്റെ അച്ഛനും മാമനും. എന്താ ഹലോ ഹലോ, ഇവിടെ ഇവിടെ. ആരാ? ഇത് യേശുവിന്റെ വീടല്ലേ? യേശുവിന്റെ വീട് മാത്രമല്ല, എന്റെയും കൂടെ വീടാ. യേശു ഇവിടെയാണോ താമസിക്കുന്നത്? ഞാനും ഇവിടെ തന്നെ താമസിക്കുന്നത്. ഭയങ്കര ബുദ്ധിയാണല്ലോ. ബുദ്ധി ചെക്കാനാണോ ഇങ്ങോട്ട് വന്നേ? മോളെ പോലെ തന്നെയാണോ കേശുവേട്ടനും? എന്നെ പോലെ എങ്ങനെ കേശുണ്ടാവുന്നേ? ഞങ്ങള് തോറ്റേ. പരീക്ഷ വല്ലതും നടത്തുന്നുണ്ടോ തോക്കാൻ? മോളുടെ കേശുവേട്ടനെ ഒന്ന് വിളിക്കാവോ? ആ, വിളിക്കാലോ. കേശുവേട്ടാ, കേശുവേട്ടാ. കേശുവേട്ടനെ കാണാനാണോ ഇങ്ങോട്ട് വന്നേ? മോളെ കാണാനാണ് വന്നെങ്കിൽ പിന്നെ കേശുവേട്ടനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. കേശുവേട്ടാ, ചേട്ടാ ഇങ്ങോട്ട് വാ. വരുന്നടി വരുന്നു. എന്നാ പിന്നെ വാ. യേശുവിനെ മനസ്സിലായോ? അയ്യോ, ഇതെന്ത് ചോദ്യം അങ്കിളെ? ഇവിടെ ബാലാമണിയുടെ അച്ഛനല്ലേ? കോളേജ് വന്നപ്പോ കുറെ തവണ കണ്ടിട്ടുണ്ടല്ലോ. ഇത് മാമനായിരിക്കുമല്ലേ? എന്തിട്ട് അങ്കിളെ വിശേഷിച്ച് ഇങ്ങോട്ട്? ബാലാമണിക്ക് സുഖമല്ലേ? എടാ മോനെ കേശു, അത് പറയാനാടാ ഞാൻ വന്നത്. ഓ, അവളെ ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല. അയ്യോ, കാണാനില്ലേ? എവിടെ പോയി? ചേച്ചി ആണെങ്കിൽ നാടാൻ പഠിക്കുന്നുണ്ടല്ലോ. ചേച്ചി, എന്റെ ചേച്ചി നാടകം പഠിക്കുന്നുണ്ട്. ആ കാര്യമാ മോള് പറഞ്ഞേ. അതല്ല, ബാലാമണി ചേച്ചി. ഇവിടെ ഓടിയിരിക്കണ ബാലാമണി ചേച്ചിയാ? ആ അങ്കിളെ, നമ്മുടെ ബാലാമണിയെ നമ്മൾ നന്നായിട്ട് നാടകം കളിക്കും. അപ്പം കോളേജിൽ നമ്മളൊരു നാടകം ട്രൂപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പം പാറു നിന്നെ ലച്ചേച്ചി ഇറക്കുന്നുണ്ട്. നീ അങ്ങോട്ടും പോയേ. എന്തിന്? അത് ഇവിടെ ഈ ഐസ്ക്രീം ഐസ്ക്രീം മേടിച്ച ചേച്ചി. ആ ഞാൻ പോയി ഐസ്ക്രീം പോക്കോ. ഇവിടെ നമ്മുടെ ഒരു ട്രൂപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നാടകത്തിന്റെ കേസാ പാറു കൊച്ചു പറഞ്ഞേ. അങ്കിൾ എന്ത് പറഞ്ഞേ കേട്ടില്ല ഞാൻ. ബാലാമണി ഞാൻ പറഞ്ഞില്ലേ കേശു, അവളെ രാവിലെ തൊട്ട് കാണാനില്ല. അവളെന്റെ ഒരേ ഒരു മോളാ. മതിയല്ലോ ഒരെണ്ണം. അതല്ലെങ്കിലേ ഞാൻ ഉദ്ദേശിച്ചതേ, ഈ നമുക്ക് ഒരു അങ്കിളിന് ഒരു മോളാണല്ലോ, നല്ല തങ്കയുടെ മോളിലുള്ള മോളാണ്. ഭയങ്കര സ്നേഹമൊക്കെയാണല്ലോ എല്ലാവരോടും. നല്ല ഒരു ഇത് കുട്ടിയാണ്. അല്ല എന്ത് പറ്റി? ഫോൺ വിളിച്ചു നോക്കാൻ ഞാൻ. എന്താ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഒരിടത്തും അന്വേഷിക്കാൻ ബാക്കിയില്ല. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണും. കുഴപ്പമില്ല അങ്കിളെ, കുറച്ച് കഴിയുമ്പോ വീട്ടിൽ വരും. വേറെ എവിടെയും എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് കണ്ടില്ല. അപ്പൊ വീട്ടിൽ തന്നെ കാണും ചിലപ്പോ. വീട്ടിലില്ലാത്തോണ്ടല്ലേ അന്വേഷിച്ചിറങ്ങിയത്. വാലിഡ് പോയിന്റ്. ഓ, അവൾ ഒളിച്ചോടി പോയതാണോ എന്നൊരു സംശയമുണ്ട്. അയ്യോ,
ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ അങ്കിള്. അവൾക്കേ കോളേജിൽ ഏതോ ഒരു പയ്യനുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്നൊരു സംശയമുണ്ട്. കേശുവിന് അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവളെ വല്ലപ്പോഴും ഒക്കെ കോളേജിൽ പോകുമ്പോ കാണാറുണ്ട്. പിന്നെ മറ്റേ എന്റെ ക്ലാസ്സിലാണ് പഠിക്കണത്. എനിക്ക് അത്രേ അറിയുള്ളൂ. കോളേജിൽ അന്വേഷിച്ചപ്പോ കേശുവാണ് അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലോ അറിയാൻ കഴിഞ്ഞത്. അങ്കിളെ, ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതേ ചുമ്മാതാ. ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാം പറയണമെന്നൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ അങ്കിളിന്റെ മോൾക്ക് ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോന്ന് ഇരിക്കട്ടെ. അതിപ്പോ എന്നോട് പറഞ്ഞൊന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്കിളിനതും അവിടെ വെച്ച് കാണുമ്പോ തന്നെ ഓടൂലേ? ആ പറഞ്ഞൊരു കാര്യമില്ലേ അളിയാ? അതെ, സാധാരണ ഇങ്ങനത്തെ എന്തെങ്കിലും വള്ളി വരുമ്പോ ഞാൻ ഇതോ ഒറ്റ ഓട്ടം ഓടി ഇതോ ആ മതിലുണ്ടോ അത് ചാടി ഞാനങ്ങ് പോകും. അല്ല, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ. അല്ലേ അങ്കിൾ? കേശു, അവളെ എവിടെ പോയാലും ആരെ ഒളിപ്പിച്ചാലും ഞങ്ങള് കണ്ടുപിടിക്കും. അങ്ങനെ വേണം മാമന്മാരെ, ഇങ്ങനെ വേണം മാമ. കൈതാ അമ്മാടി നമ്മളെ കണ്ടുപിടിക്കണം. അവള് കേശുവിനെ വിളിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം. ഉറപ്പായിട്ടും അങ്കിളെ. എന്നെ അവള് ഫോൺ വിളിച്ചാൽ ടക്കൻ എന്നെ ഞാൻ അങ്കിളെടുത്ത് വന്ന് പറയും. അല്ലാതെ പിന്നെ എന്റെ കൈ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ 2 കാലി ഞാൻ തല്ലി ഓടിക്കും. അതൊന്നും പാടില്ല. പാടില്ല. എന്നെ വിളിച്ചറിയിച്ചാ മതി. കാരണം നോക്കി ഒരെണ്ണം കൊടുക്കാവോ? അതെങ്കിലും ചെയ്യണ്ടേ അങ്കിളെ? അല്ലാതെ പിന്നെ വീട്ടുകാർ ഇത്രയും വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ല അങ്കിളെ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. വീട്ടില് എങ്ങനെയാണ്? ഈ സ്നേഹം കിട്ടാതെ വളർന്ന കൊച്ചാണോ? ഞാൻ ലാളിച്ച് വളർത്തിയതാ. അതിന്റെ കുഴപ്പം. അപ്പം ശരി അങ്കിളെ, എന്തായാലും അറിയുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. പൊക്കോളൂ. ശരി. മാമ, ഒരു കാര്യം അങ്കിളെ, ഇപ്പൊ അങ്കിള് നേരത്തെ പറഞ്ഞ പോലെ അഥവാ അവൾ ആരുടെയും കൂടെ ഒളിച്ചോടി പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അവരെ തിരിച്ചു കിട്ടിയാൽ അങ്കിൾ എന്ത് ചെയ്യും? ആ കൊണ്ടുപോയാലും കഴുത്തിന് പിടിച്ചിട്ടുണ്ടല്ലോ, തീർത്ത് കളയും. ഓക്കെ, അത് ന്യായമായ ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ ചെയ്യണം. അങ്കിൾ, ഇനിയിപ്പം അതിലും അഥവാ വേറെ ആരെങ്കിലും ഇവരെ ഒളിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലോ അവനെ തട്ടിക്കളയോ? അവന് നമ്മളൊന്നും ചെയ്യില്ല. അപ്പാടി അവന്റെ കാല് രണ്ടൊന്ന് വെട്ടിക്കളയും. എന്തല്ലേ? ആരാടാ അവര്? ആരാ? വന്നിട്ട് ഇപ്പൊ പോയത് അവര് ഈ വഴി ചോദിച്ചു വന്നവര്. എങ്ങോട്ടുള്ള വഴി ചോദിച്ചു വന്നവര്? എങ്ങോട്ടേലും വഴി വെച്ചിട്ട് എങ്ങോട്ടേലും പോട്ടി വെച്ച് അവര്. എനിക്കിങ്ങനെ അറിയാം. അവർക്ക് എങ്ങോട്ടാ പോണ്ടേ? അവർക്ക് പച്ചാളത്തോട്ട് പോണം. ചേച്ചി എന്തൊക്കെ അറിയണം ചേച്ചി? അറിയേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കണം. ചേച്ചിയുടെ ഒരു കാര്യം. അതെ അതെ. ചേച്ചി എന്താ? ചേച്ചി എന്താ ചേച്ചി നോക്കണേ? എന്തേച്ചി? അല്ല, ലാസ്റ്റ് ടൈം ബാല വന്നപ്പോഴേ ഞാനിവിടെ ഉണ്ടായില്ലല്ലോ. അപ്പൊ നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഞാനും ഓർത്തായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് വിചാരിച്ച് വന്നതാ. മുഖത്തേ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ, അതെന്താ? അത് ഈ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കൂലേ, അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ മുഖത്ത്? എന്ത് സന്തോഷമുള്ള കാര്യം ലൈഫിൽ നടന്നേ? അല്ല, അതൊന്നുമില്ല ചേച്ചി.
ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഫാക്റ്റ് ആയിട്ട് പറഞ്ഞതാ. നോക്കു ബാല, ലച്ചു ചേച്ചി അടുത്ത് കള്ളം പറയരുത്. സ്വന്തം ചേച്ചിനെ പോലെ കണ്ട് ബാലയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം. ചേച്ചി അതെ, എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഈ സമയമാകുമ്പോ പറഞ്ഞാൽ മതി എന്നാണ് കേശു പറഞ്ഞേക്കുന്നത്. സമയമാകുമ്പോഴല്ലേ? അത് ബാല, കേശുനെ ഈ മെച്യൂരിറ്റി ഭയങ്കര കുറവാ. നമുക്കാണെങ്കിൽ അവനേക്കാ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പൊ ബാലയ്ക്ക് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. ആണാ? എനിക്ക് മെച്യൂരിറ്റി ഉണ്ടോ? പിന്നെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ ചേച്ചി, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ആ പറ. നാണോ? ബാല, നാണിക്കാതെ കാര്യം പറ. പറയട്ടെ? പിന്നെ പറ. ഞങ്ങൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കേ? ബാലയും ജോഷുവേം? കൺഗ്രാറ്റുലേഷൻസ്. അല്ല ബാല, ഈ കല്യാണം കഴിഞ്ഞു പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഞങ്ങൾ ഇന്ന് രാവിലെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി മാലയൊക്കെ ഇട്ടു. ആണല്ലേ? ഗുഡ് ഗുഡ്. അല്ല, ഇനിയിപ്പോ പഠിപ്പിന്റെ ഒക്കെ കാര്യം? കല്യാണം കഴിച്ചാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. അതെ അതെ അതെ, കല്യാണം കഴിഞ്ഞ പിന്നെ ജീവിതം കഴിഞ്ഞല്ലോ, പഠിപ്പിന്റെ ഒന്നും ആവശ്യമേ വരില്ല. എനിക്ക് നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല? വേറെന്താ ആഗ്രഹം? അങ്ങനെ ഒന്നുമില്ല. അല്ല, ബാലിക്ക് എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സായി, ജോക്ക് 22 വയസ്സായി. കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു. ആണല്ലേ? അപ്പൊ ഇനിയിപ്പോ എങ്ങനെ ജീവിക്കാനാ പ്ലാനൊക്കെ? ജോയി ഞാനും അധ്വാനിച്ച് ജീവിക്കും. പിന്നെ അവന് കുറെ പണിയൊക്കെ അറിയാലോ. അവന് കൽപ്പണി അറിയാം, വാർക്കപ്പണി അറിയാം, പെയിന്റ് പണി അറിയാം, എല്ലാ പണിയും അറിയാം. എങ്കിലും ജീവിക്കാൻ പറ്റും. ബാല, ഞാനേ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കാം, ശരിക്കും ഇതൊരു എടുത്തുചാട്ടമല്ലേ? അല്ല, ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് രാവിലെ കല്യാണം കഴിച്ചതാ. ഓഹോ, അപ്പൊ രണ്ടുപേരും ആരും അറിയാതെ ഒളിച്ചോടി വന്നതാണല്ലേ കൊച്ചു കള്ളി. പറയല്ലേ? എല്ലാരും പറയില്ല. പിന്നെ ബാല, ചേച്ചിയെ കുറച്ചോണം കൂടുതലുണ്ടത് കൊണ്ട് പറയാ, ഈ ജീവിതം എന്ന് പറയണതുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോ അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ചേച്ചി അതെന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ, നമ്മൾ സ്ത്രീകൾക്ക് ആദ്യം വേണ്ടത് നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ലൊരു ജോലിയുമാണ്. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് എപ്പോ വേണമെങ്കിലും പോവും. അപ്പൊ ബാല എങ്ങനെ ജീവിക്കും? എന്റെ ജോയിനെ നന്നായിട്ട് നോക്കും ചേച്ചി. മോളെ ബാല, ചേച്ചി എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാലേ, ബാല ഇപ്പോ ഇതൊക്കെ മറന്ന് വീട്ടിൽ പോകണം, എന്നിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, പറ്റുവാണെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് നല്ലൊരു ജോലി മേടിക്കണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, മൊത്തത്തിലൊന്ന് സെറ്റിൽ ആവണം. അപ്പോഴും ബാലയ്ക്ക് ജോഷിയോട് ഈ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ബാല എന്ത് ചെയ്യണം? നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് വീട്ടുകാരോട് പറയാ. എന്നിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നേരെ ലച്ചു ചേച്ചി അടുത്തേക്ക് പോരെ, ബാക്കി ലച്ചു ചേച്ചി നടത്തിത്തരും. ചേച്ചി, ഓഹോ, ചേച്ചി അപ്പൊ എന്നെ എന്റെ ഭാര്യയും പിരിക്കാൻ നോക്കാണല്ലേ? ഭാര്യ? ആ, എന്റെ അവളുടെ കല്യാണം കഴിഞ്ഞ എന്റെ ഭാര്യ അവള്. എടാ ചെറുക്ക, ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ചേച്ചി ഞാൻ കണ്ടിട്ടുള്ളൂ. എടാ, ഞാൻ എന്റെ അനിയനെ പോലെ കണ്ടതുകൊണ്ടാണ് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കണത്. മതി, ഇതൊന്നും ഞാൻ ചേച്ചിയുടെ അടുത്ത് പ്രതീക്ഷിച്ചിരുന്നു പോലും ഇല്ല. എടാ കേശുവേ, ഒന്ന് വാടാ അവിടെ. നിന്റെ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണേ? നിന്റെ നാടകം പൊളിഞ്ഞ്. നീ ആരടാ? കല്യാണ രാമനാ? ഈ മൊട്ടേന്ന് ഉരിയാത്ത പിള്ളേരുടെ കല്യാണം നടത്താൻ? കല്യാണം നടത്തിയെന്നാ ചേച്ചി? ചുമ്മാ ആശയില്ലാതെ വളർത്താനും പറയലേട്ടാ. ഇവളെല്ലാം പറഞ്ഞു കേട്ടാ. പറഞ്ഞ അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തി കൊടുത്താൽ ഞാനല്ല, അവര് കെട്ടിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. എടാ, നീയല്ലേ പറഞ്ഞേ കല്യാണം കഴിച്ചു വന്നാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോക്കിക്കോളാന്ന്? ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ മണ്ടടിച്ച മുളക് ഞാൻ ലച്ചു, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രണയിക്കുന്നവർ ഒന്നിക്കണം, പ്രണയം ഉണ്ടെങ്കിലോ ലോകമുള്ളൂ, പിന്നെ പ്രണയത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും കൂടെ നിൽക്കും. ഇത്രയാണ് പറഞ്ഞത്. നമ്മളോട് കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞാടി.
എടാ കേശു, നിനക്ക് ഇവിടെ നടക്കാൻ നല്ല അറിയുന്നുണ്ടോ? ലച്ചു വെച്ചേ എന്നെ എന്റെ ബാലം പിരിക്കാൻ നോക്കുക. എന്റെ പൊന്നു കേശിയെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി, മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച്. എന്റെ സ്വന്തം ചേച്ചിയെ പോലെടാ ഞാൻ കണ്ടത്. ഓഹോ, അപ്പൊ ചേച്ചി ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കാറുന്നൂല്ലേ? എന്റെ പൊന്നു ബാലെ, നിനക്ക് ഇത്ര നേരം മനസ്സിലായില്ലേ? ഇല്ലടാ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു പാവമായി പോയില്ലേ? എന്റെ പൊന്നു, നിങ്ങനെ പാവായി പോവല്ലേ? എന്റെ ജോനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാനും പോവില്ല പൊന്നെ. അമ്മൂമ്മേ, അമ്മ വിളിക്കണെന്തിന്? എല്ലാരും അറിയട്ടടാ നിന്റെ വിപ്ലവ വീരം. വേണ്ട ചേച്ചി ചേച്ചി അബദ്ധം ചേച്ചി, ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ചേച്ചി എന്റെ ഭാര്യ അടുത്ത് ഒരു അക്ഷരം മിണ്ടരുത്. ഇല്ല, മിണ്ടില്ല. ആ. ഭർത്താവിന്റെ അടുത്തും മിണ്ടാലോ? വന്നേ. ഇല്ല, വേണ്ട. ഏ നീ എന്നെ സ്വന്തം ചേച്ചിനെ പോലെയല്ലേ കണ്ടത്? അതെ. അപ്പൊ ബാ മോളെ പോയിട്ട് വരാട്ടാ ചേട്ടൻ. നാത്തനി ഇവിടെ നിക്ക്, ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ്. നേരത്തെ അവളുടെ അച്ഛനും മാമനും വന്നായിരുന്നു. അവര് പറഞ്ഞെന്തെന്നറിയോ? ഇവരെ ഒളിപ്പിച്ചവനെ കൈ കിട്ടി കഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കുന്നു. പ്രൊട്ടക്ഷൻ. കേശു, അച്ഛൻ വന്നിരുന്ന എന്താ പറഞ്ഞേ? ചേച്ചി, ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ബാലോടൊപ്പം ജീവിക്കൂ. ഉപദേശിക്കാനാ? അയ്യേ, ആരും ഉപദേശിക്കാൻ? ഞാനാ. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഓ കല്യാണം കഴിഞ്ഞല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെ ജോഷുവാ, ഓ നിങ്ങൾക്ക് ജീവിക്കാനേ സ്ഥിരമായിട്ടൊരു വരുമാനം വേണ്ടേ? അതിനിപ്പോ എന്ത് ചെയ്യും? ചേച്ചി, ഞാൻ എന്ത് ജോലിക്ക് പോയിട്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അവളെ പൊന്നുപോലെ നോക്കും ചേച്ചി. അതൊക്കെ എനിക്കറിയാം, നീ മിടുക്കാൻ അവളെ പൊന്നുപോലെ നോക്കുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ജോഷുവാ, നിന്റെ പഠിത്തത്തിന്റെ കാര്യോ? അതൊരു 1, 2, 3 പേപ്പർ ബാക്കി കിടപ്പുണ്ട് ചേച്ചി. ആ ബാക്കിയുണ്ടല്ലേ? അപ്പൊ അത് എപ്പോഴും എടുക്കാനാ പ്ലാൻ? അത് ഞാൻ എഴുതിയെടുത്തോളൂ ചേച്ചി. അല്ല, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യനെ നോക്കണം, പണിക്ക് പോണം, കുടുംബമൊക്കെ നോക്കണം. അതിന്റെ ഇടയിൽ നീ എപ്പോഴെടുക്കാനാ? ഇതിനൊക്കെ പഠിക്കാൻ എവിടെ സമയം? അത് ഞാനൊരു ഗ്യാപ്പ് ഒഴിവൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ചേച്ചി. മോനെ ജോഷുവാ, ഈ ജീവിതം എന്ന് പറയുന്നതേ വിചാരിക്കുന്ന പോലെയല്ല. അത് ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിനല്ലേ ചേച്ചി ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച്. ഞാനത് മനസ്സിലാക്കിക്കോളാം. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. 6 എണ്ണം ചേച്ചി ഞങ്ങളുടെ പ്ലാൻ. 6 എണ്ണം. 6 എണ്ണേ ഉള്ളൂ? അത്ര മതി. അപ്പൊ ഈ 6 കുട്ടികളൊക്കെ നീ എങ്ങനെ നോക്കുവാടാ? അത് ഞാൻ ഡെയിലി പണിക്കുമല്ലോ ചേച്ചി. അതെ അതെ അതെ, കൊള്ളാം. ഡെയിലി പണിക്ക് പോവല്ലോ. അല്ല, ഡെയിലി നിനക്ക് എത്ര ശമ്പളം കിട്ടും? ഒരു 1000, 1200 കിട്ടും ചേച്ചി. 1200 കിട്ടുമല്ലേ ഡെയിലി? പിന്നെ അപ്പൊ മാസം 36,000 രൂപ. എടാ, നീ മാസം 36,000 രൂപ ഉണ്ടാക്കുന്നുണ്ടോ? അതെ. എടാ ഭീകര, കൊള്ളാലോ. താങ്ക് യു. അപ്പൊ 6 കുട്ടികളല്ലേ? അല്ല, ഈ 6 കുട്ടികളുടെ പ്രസവ ചെലവോ? ഇപ്പോ ഒരു കുട്ടിയുടെ പ്രസവ ചെലവ് തന്നെ കുറഞ്ഞത് ഒരു 2-2.5 ലക്ഷം രൂപയാവും. 2 ലക്ഷം കൂട്ടിക്കോ. അപ്പൊ തന്നെ എത്ര ലക്ഷം രൂപയായി? 6 പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും 12 ലക്ഷം രൂപയാ. പിന്നെ 12 ലക്ഷം രൂപയൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ സിമ്പിൾ ആണല്ലോ. നീ എല്ലാ ദിവസവും പണിക്ക് പോവല്ലോ. അല്ല, പിന്നെ ഈ പിള്ളേരെയൊക്കെ പെറുക്കിക്കൂട്ടി LKG ചേർക്കണ്ടേ? LKG അഡ്മിഷന് ഒരു കുട്ടിക്ക് കുറഞ്ഞത് അതും ഒരു 2 ലക്ഷം രൂപ. അപ്പോഴും 12 ലക്ഷം രൂപ. മൊത്തം 24 ലക്ഷം രൂപ. ഇല്ല, പേടിക്കൊന്നും വേണ്ട, നിന്നെ കൊണ്ട് പറ്റുമൊക്കെ ചെയ്യും. മിടുക്കനാണല്ലോ. എന്താടാ മുഖമൊക്കെ മാറി ചളിഞ്ഞിരിക്കണേ? ഒന്നുമില്ല ചേച്ചി. ഇങ്ങനെ ജോഷിക്ക് 6 പിള്ളേര്, ഒരു വലിയ ഫാമിലി. അയ്യോ, അപ്പൊ പുതിയതായിട്ടൊരു വീടൊക്കെ വെക്കണ്ടേ? അതെ ചേച്ചി, എനിക്കും ബാലയ്ക്കും ഞങ്ങളുടെ 6 പിള്ളേർക്കും താമസിക്കാൻ ഒരു വീട്. അത് ഉടനെ വെക്കും ചേച്ചി ഞാൻ. ഉടനെ വെക്കണേ. നിന്നെ കൊണ്ട് പറ്റും? അതെ. അല്ല, നീ
വീട്ടിലെ ബാത്റൂം പുതുക്കി പണിയണമെന്ന് പറഞ്ഞിട്ട് അത് പണിതായിരുന്നോ? അത് ഇല്ലേ ചേച്ചി, പഞ്ചായത്തിൽ നിന്ന് അതിന്റെ പൈസ ഒന്നും വന്നിട്ടില്ല. അല്ല, നീ ഡെയിലി പണിക്ക് പോകുന്നില്ലേ? അതുകൊണ്ടെല്ലാം നടന്നു പോകണമെന്നില്ലല്ലോ ചേച്ചി. അതെ, അതുകൊണ്ടെല്ലാം നടന്നു പോകണമെന്നില്ലല്ലോ ചേച്ചി. അപ്പൊ ബാലയുടെ IAS പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയാ ജോ? IAS പഠിത്തോ? അപ്പൊ അതറിയാൻ പാടില്ലേ? എന്നെ ജോ പഠിപ്പിക്കുന്നാണല്ലോ അവള് പറഞ്ഞത്. ഞാനോ? എടാ, അവക്ക് ഡൽഹിയിലൊക്കെ പോയി IAS പഠിക്കണമെന്ന് ആഗ്രഹം. ഡൽഹിയിലോ? ആ, ഇപ്പൊ തന്നെ പിള്ളേരുടെ പ്രസവവും അഡ്മിഷനും വീട് വെക്കലും അതുപോലെ തന്നെ ബാലയുടെ IAS പഠിത്തവും എല്ലാം കൂടെ ഒരു 70-80 ലക്ഷം രൂപയായി. കുഴപ്പമില്ലടാ, നിന്നെ കൊണ്ട് പറ്റും. നീ എടുക്കുന്നല്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ചേച്ചി കൊച്ചൊന്നോ? സോറി, കട്ടൻ വേണോ? കട്ടൻ വേണ്ട ചേച്ചി. ചേച്ചി ഭയങ്കര ഹാപ്പി മൂടാണല്ലോ. ചുമ്മാ രസം. കൊറേ നേരമായോ ഉറങ്ങിയിട്ട്? ഇല്ല ചേച്ചി, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ജോ 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 ചേച്ചി ഒന്ന് പതുക്കെ, കൊച്ചുറങ്ങുവാ. ജോ എന്നാ പിന്നെ കൊച്ചുറങ്ങണ്ട. ചേച്ചി ജോനെ കണ്ടാ? ജോ പോയല്ലോ. ജോ പോയാ? എങ്ങോട്ട്? അവന്റെ വീട്ടിലേക്ക്. എന്നോട് പറഞ്ഞില്ലല്ലോ. അതെനിക്കറിയാൻ പാടില്ല. കേശു കേശു ഒന്നും പേടിക്കണ്ട, എല്ലാം സെറ്റ്. നിങ്ങൾക്ക് 2 പേർക്ക് നേപ്പാളോട്ട് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ സെറ്റാണ്. നേരെ പൊക്കോ, ഇനിയും കൂടി തിരിച്ചു വരികയേ വേണ്ട. ഒരു കാര്യം ചെയ്, മോനെ അവന്റെ കൂടെ കയറി പോയിട്ട് വാ. നേപ്പാളിലോട്ട് പൊക്കോളും ചേച്ചി, വേറെ പ്രശ്നമൊന്നുമില്ല, ശല്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞേ, നീ കൂടെ പോയിട്ട് വരാൻ. അല്ല, 2 പേർക്കുള്ള ടിക്കറ്റ് ഉള്ളു, അവർ 2 പേരും കൂടെ പോയിട്ട് വരട്ടെ. ആ, 2 പേരുണ്ടല്ലോ. അപ്പൊ നീയും ബാലമണി പേസും കൂടെ പോയിട്ട് വാ. പോയി കറങ്ങിട്ടൊക്കെ വാ. അല്ല, മറ്റേ ലവൻ ജോഷുവ ചേച്ചി പറയണ ജോ വീട്ടിൽ പോയിന്ന്. ആരുടെ വീട്ടില്? ജോയിന്റെ വീട്ടില്. ആയി നോക്കി വിളിപ്പണ്ണ അവനെ. എവിടെ നിന്ന് പേര്? ഡേയ്, എടാ, ഫോൺ സ്വിച്ച് ഓഫാ. അവനെ വിളിച്ചിട്ട് കിട്ടാനുള്ള. ഞാൻ അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടെ. ഞാൻ പറഞ്ഞാലേ അവനെ ഇനി തിരിച്ചു വിളിക്കുള്ളൂ. ചേച്ചി, എനിക്കിപ്പോ ജോനെ കാണണം. നീ അവന്റെ വീട്ടിൽ പോക്കോ, കാണാം. ഓ, അപ്പൊ അവനും എന്നെ തേച്ച്? അതെ, ഇവിടെ ആരും ആരെ തേച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നതേ ഒറ്റ രാത്രി കൊണ്ട് ടപ്പേന്ന് എടുക്കേണ്ട തീരുമാനമൊന്നും അല്ല. നല്ലോണം ആലോചിച്ചെടുക്കേണ്ട തീരുമാനാ. അങ്ങനെയൊന്നും അല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. ഇവിടെ കിടന്ന് ഒച്ച എടുത്താണ്ടല്ലോ. നിക്കണവിടെ. നിനക്ക് എത്ര വയസ്സായി? 20. പിന്നെ പഠിത്തം കഴിഞ്ഞാ? മര്യാദയ്ക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്തോളാം. അവള് കല്യാണം കഴിക്കാൻ നടക്കണ്. അപ്പൊ ചില വീട്ടുകാര് 18 വയസ്സാകുമ്പോൾ പിടിച്ച് കെട്ടിക്കുന്നതോ? ഇതൊക്കെയാണ് പ്രശ്നം. ആദ്യം ഇതും മാറണം. ഇതും മാറണമെങ്കിലേ നമ്മള് കുറച്ചൊക്കെ മാറണം. മര്യാദക്ക് വീട്ടിൽ പോകോളാം, കേട്ടല്ലോ. ആദ്യം നീ കൊച്ചിനെ വീട്ടിൽ കൊണ്ടേക്ക്. എന്നിട്ട് കയ്യിൽ നേപ്പാളിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടല്ലോ, വിട്ടോ. കൊച്ചെ, ഈ പ്രേമിക്കണ്ടെന്നും കല്യാണം കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പറ്റിയ പാർട്ട്ണറിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലതും. പക്ഷെ അതിനൊക്കെ ഉണ്ടല്ലോ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. പക്ഷെ നിന്റെ കാര്യത്തില് അതിപ്പോഴല്ല. ഇപ്പോഴല്ല, സമയംകാലാകുമ്പോ പറയും. എന്തായി നിങ്ങളുടെ നാടകമൊക്കെ എവിടം വരെയായി? നാടകമൊക്കെ പൊളിഞ്ഞ്. അതെ അമ്മൂമ്മ, കനാൻഡി 2 പേരും ഫ്രീ ആണ്. ഒന്ന് നേപ്പാൾ വരെ പോയിട്ട് വരാൻ താല്പര്യമുണ്ടോ? നേപ്പാളാ? 2 ടിക്കറ്റ് ഫ്രീ ഉണ്ട്.